ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിച്ചൂസ് കുറുമ്പേ. അപ്പോൾ നമ്മൾ ഇന്ന് ലഞ്ചിന് എന്തൊക്കെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് എന്നെടുത്ത വീഡിയോ എന്നറിയോ, ഇത് ഞാൻ വ്യാഴാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അത് എഡിറ്റ് ചെയ്യാനൊക്കെ എന്താ പറയുക, വർക്കായതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ തിളപ്പിച്ചത്, അരിയൊക്കെ ഇട്ട് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ചൂടാണ് സമയം കൊണ്ട് ഞാനത് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും 2 ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതായത് ചതച്ചെടുത്ത് അതിങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറിവേപ്പിൻ്റെ കടുക് ഇട്ട് കൊടുത്തിട്ടോ ഗൈസ്. അപ്പോൾ ഇത് എന്തുണ്ടാക്കാൻ പോകണമെന്ന് അറിയാം. നമ്മൾ കറൂത്തല്ലേ, ഞങ്ങൾ കറൂത്താന്ന് പറയും, കപ്പളങ്ങാന്ന് ചിലവർ പറയും, കറുമൂസ എന്ന് പറയും, പപ്പായ എന്നൊക്കെ പറയും. ആ ഒരു സംഭവം ഞാൻ അവിടെ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തോരത്തിനാണ്. ഇതിലേറെ ചെറുതാക്കി കട്ട് ചെയ്യാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. പെട്ടെന്ന് എന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മീഡിയം സൈസിലൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നമ്മൾ കറുവത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം മക്കൾ പൊട്ടിക്കല് പോയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടുന്ന് കൊടുത്തയച്ചതാണ്. ഇത് നമുക്കങ്ങനെ കറുവത്തിയൊന്നുമില്ല, അപ്പുറത്ത് വീട്ടിൽ നിന്ന് കിട്ടിയത് കൊടുത്താൽ തോന്നുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, തോരനിലെപ്പോഴും മഞ്ഞ കളർ വേണമല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. വെള്ളം ഒഴിക്കണില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ആവി കയറുമ്പോഴത്തേക്ക് നമ്മൾ ഈ കറുവത്തൊക്കെ വെന്ത് വരികയും ചെയ്യും. പിന്നെ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതിലേക്കാണ് ഞാൻ തോരത്തിന് വേണ്ടിയിട്ടാണ് എന്താ പറയണേ, നമ്മൾ തേങ്ങയൊക്കെ ചതച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ റേഷനരി ആയതുകൊണ്ട് തന്നെ നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചതൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ചോറ് വെന്തു. അപ്പോൾ ഞാൻ അത് ഊറ്റുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ രാവിലത്തെ ചായ കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിരുന്നുണ്ട്. നമുക്ക് ലഞ്ചിന് അതായത് വേണ്ടത് കറി എന്താണോ അതൊക്കെ ഉണ്ടാക്കാനുള്ള അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഒന്ന് ആവി കയറിയപ്പോഴത്തേക്കും നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, പക്ഷേ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കറുവത്ത് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും ഇതെന്തായാലും വെന്ത് വരും. അപ്പോൾ കുറച്ച് സമയം കൂടി അടച്ച് വേവിക്കണം. ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചോറൂറ്റൽ കഴിഞ്ഞു. എന്താക്കണം, ഞാനൊന്നും കൂടെ നമ്മൾ അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ തുറന്ന് വെച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. സംഭവം വെന്തിട്ടുണ്ട് കേട്ടോ, കറുവത്ത് വെന്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. വെറുതെ അങ്ങനെ ഉപ്പേരി പോലെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ ചാച്ചിടണം ഒരു നിർബന്ധമല്ല, കറുവത്ത് എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ കുറേ നാളായി ഇതിങ്ങനെ പിന്നെ തോരനൊക്കെ വെച്ചിട്ട്, അപ്പോൾ ജസ്റ്റ് അങ്ങനെ തോരനാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയിലേക്ക് നമ്മൾ ചേർത്തത് പച്ചമുളക്, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചാൽ തേങ്ങയും കൂടെ ഒന്നിങ്ങോട്ട് എന്താ പറയുക വെന്ത് വരാം. അതായത് എന്ത് പറയാമെന്ന് ആ ഒരു തേങ്ങയുടെ സ്മെല്ലും കാര്യങ്ങളും നമ്മളെ കറുവത്തേലേക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയുള്ളൂ. വലിച്ചു നീട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല. തോരനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഞാൻ ചെയ്ത ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് കേട്ടോ, വലിച്ചു നീട്ടല്ല. അപ്പോൾ തോരനായപ്പോൾ അതിൻ്റെ ഇറക്കി വെച്ചു. പിന്നെ ഞാനതാ മൺചട്ടിയിൽ കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകൊക്കെ കയറിയിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. മൂപ്പിക്കണില്ല കേട്ടോ. ഇത് വറവിടാനൊന്നുമല്ല, നമുക്ക് താളിപ്പ് ഉണ്ടാക്കാനാണ്. മത്തൻ്റെ ഇല ഉണ്ടായിരുന്നു, കുട്ടികളന്ന് കൊണ്ടുവന്നായിരുന്നു കുട്ടികളെന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ തന്നെ അതെല്ലാം കഴുകി 2-3 പ്രാവശ്യം, ഇലയല്ലേ വല്ല മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ 2-3 പ്രാവശ്യമായിട്ട് കഴുകി പിന്നെ ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചെറിയുള്ളിയും പച്ചമുളകും ജസ്റ്റ് ഒന്ന് വാടി വന്നു, മൂപ്പിച്ചിട്ടില്ല, ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പിട്ടു. ഇനി ഇത് അടച്ച് വെക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയ്ക്ക് എപ്പോഴും മാറും കേട്ടോ. എന്തായാലും ഇത് മത്തൻ്റെ ഇലയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടെടുക്കുക. പിന്നെ കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ന് നമുക്കിതൊക്കെ തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. മത്തൻ്റെ ഇല താളിച്ചതും പിന്നെ കറുവത്ത ഉപ്പേരി. എപ്പോഴും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ മാത്രം കാണിച്ചാൽ പോരല്ലോ അല്ലേ. ചിക്കൻ വാങ്ങുന്ന സമയത്ത് മാത്രം കാണിക്കും, ഇതൊന്നും കാണിക്കാം. പക്ഷേ ചിക്കനേക്കാളും എന്താ പറയുക, ചോറൊക്കെ ഉണ്ടാകും വയറ് നിറയെ ഇതോടെ താളിപ്പും ഇങ്ങനെയുള്ള ഉപ്പേരികളോ അല്ലെങ്കിൽ ഒരു ഉണക്കമീൻ വറുത്തൊക്കെ ഉണ്ടാവുകയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ. ഇവിടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പത്തയ്ക്കാണ് പ്രത്യേകിച്ച് എല്ലാം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ ഒരു കറിക്ക് അതിൻ്റെ ആ ഒരു താളിപ്പിനാണ് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞു. ഗ്യാസൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ഇതാക്കണേ ചോറൊക്കെ റെഡിയായി. പിന്നെ അത് രാവിലെ ഉണ്ടാക്കിയ അപ്പമാണ് കേട്ടോ. അപ്പമാണ്, അല്ല ദോശ അല്ല. പിന്നെ നമ്മൾ തോരനൊക്കെ ആയപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു. പിന്നെ നമ്മളെ മത്തൻ്റെ ഇല താളിച്ചത്
അതും ചൂട് ഇങ്ങനെ ആവി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതും പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ അച്ചാറുണ്ട്, കഞ്ഞിവെള്ളം കുറച്ചുള്ളത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്, കുടിക്കാനുള്ള വെള്ളങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ തത്ത പറയേണ്ടത് നമ്മൾ അതിൻ്റെ കൂടി ചെറിയൊരു ഉണക്കമീനെങ്കിലും വേണം കേട്ടോ എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അങ്ങനെ ചോറിൽ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളൊരു മൂവിയൊക്കെ കാണാൻ പോയി. മൂവി ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ ലാലേട്ടൻ്റെയും ശോഭന ചേച്ചീൻ്റെയൊക്കെ മൂവി തുടരും ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ പോയി. ഞാനും മക്കളും ഉണ്ടായിരുന്നു, പിന്നെ അനിലയും അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗാലക്സി പോയി. നമ്മൾ 6 മണിക്കുള്ള ഷോയ്ക്കാണ് പോയത്. മൂവിയൊക്കെ കണ്ടു, അങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് വിശേഷം കേട്ടോ, കുഞ്ഞ് വീഡിയോ ആണ്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.